പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഡയറക്റ്റ് ആയിട്ട് 2 തവണയും മറ്റ് പല തവണയും ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടും സൂചിപ്പിച്ചു പോകുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. യുവാക്കന്മാരോടാണ് യോഹന്നാൻ ശ്ലീഹ നിരന്തരം പറയണത്, ആവർത്തിച്ച് പറയണത്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ കുടികൊള്ളുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. നിയോഗം എന്താണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മളുടെ യുവതി യുവാക്കന്മാർ ഈ ഒരു ലെവലിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ ദിവസം. ദുഷ്ടനെ ജയിക്കുന്ന, തിന്മകളെ എതിർത്ത് തോൽപ്പിക്കാൻ ശക്തന്മാരായിരിക്കുന്ന, അതിനുള്ള വചനത്തിൻ്റെ വാള് ധരിച്ചിരിക്കുന്ന പോരാളികളായി നമ്മുടെ യുവജനങ്ങൾ മാറട്ടെ എന്ന്, ചെറുപ്പം മക്കൾ അതിനുള്ള ശക്തി പ്രാപിക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥന നമ്മളിന്ന് സമർപ്പിക്കുകയാണ്. ഓരോ കുടുംബങ്ങളും ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രായത്തിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ആകുലതകൾ അവരെ ഓർത്തിട്ട് തന്നെയാണ്. അമ്മമാരുടെ കണ്ണീര് തോരാത്തത് ഈ ഒരു പ്രായത്തിലുള്ള മക്കൾ ഏത് സമയമെന്ന് നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കൊണ്ട് തന്നെയാണ്. അവർ പല കൂട്ടുകെട്ടുകളിലും പെട്ടുപോകുന്നതും പലയിടത്തും പിടിക്കപ്പെടുന്നതുമൊക്കെ കണ്ടിട്ടും മിണ്ടാതാവാതെ ഇങ്ങനെ വീടിനുള്ളിൽ മൗനം ഭജിച്ചിരിക്കുന്ന അപ്പച്ചന്മാരെ കണ്ടിട്ടുണ്ട്. എന്ത് പറയാനാ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കുഞ്ഞുങ്ങളിങ്ങനെ തെറ്റിപ്പോകുമ്പോൾ അവനിങ്ങനെ എൻ്റെ നെഞ്ചി കിടന്ന് വളർന്നതാ, ഞാൻ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് നടന്നിരുന്നതാ, പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചിരുന്നതാ. ആ മക്കളിങ്ങനെ പതിയെ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ, അതിൻ്റെ ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും കണ്ണീര് ഒരുപാട് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് പറയാണ്, പ്രാർത്ഥിക്കണം. ഈ ഒരു വചനം വെച്ച് പ്രാർത്ഥിക്കണം. യുവാക്കന്മാരെ, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ആദ്യമേ തന്നെ യോഹന്നാൻ ശ്ലീഹ അത് എഴുതുന്നുണ്ട്. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. അത്രയ്ക്ക് പവറാണോ ഇവരുടെ ഉള്ളിലുള്ളത്? ഈ ലോകത്തിലുള്ള എന്തിനേയും തോൽപ്പിച്ചോടിക്കാനായിട്ടുള്ള കരുത്തുള്ളൊരു പ്രായത്തിൽ അവർ തിന്മകളുടെ അടിമയായി പോയാലോ? ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളിലും മോഹങ്ങളിലും സന്തോഷങ്ങളിലും മാത്രം അവർ അടിമപ്പെട്ടു പോയാൽ എന്തു ചെയ്യും? അവരുടെ ശക്തി മുഴുവൻ ക്ഷയിച്ച്, കർത്താവ് പറയുന്നത് പോലെ ആ ഉപ്പ്, അതിനുള്ള ആ ഒരു ഗുണം നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നെ വലിച്ചെറിയപ്പെടാനല്ലാതെ ഒന്നിനും കൊള്ളില്ല. എത്ര പേരെ കാണിച്ചു തരണം നമ്മൾ? ഇങ്ങനെ അവരുടെ ഉള്ളിലുള്ള ഗുണം നഷ്ടപ്പെട്ടു പോയിട്ട് ആർക്കും ഒന്നിനും ഉപകാരമില്ലാതെ ജീവിച്ചു പോകുന്ന എത്ര പേര്? അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് വചനം പറയണേ. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. കർത്താവെ, വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ മക്കളെ, ചെറുപ്പം മക്കളെ ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്, വിധവയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. അന്ന എന്ന പ്രവാചികയാണ്. അവൾ ചെറുപ്പം മുതലേ ദേവാലയത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദൈവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. ഇങ്ങനെ ചെറുപ്പം തന്നെ വിധവയായ ഇവള് പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകാതെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. എന്ത് തിന്മകളെയും എതിർത്ത് തോൽപ്പിക്കാനായിട്ടുള്ള കരുത്തുമായ ഒരു സ്ത്രീ ഇങ്ങനെ ദേവാലയത്തിൽ, അവളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ദർശനത്തിൻ്റെ വെളിച്ചം എപ്പോഴും കടന്നു വരുന്നുണ്ട്. ഈ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അവൻ രക്ഷകനാണെന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള സ്വർഗീയ പ്രകാശം അവളിൽ നിറയുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ മക്കളെ സമർപ്പിച്ച് ഒരു വർഷം അവസാനിക്കുകയാണ്. കർത്താവെ, പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ വചനത്തിൻ്റെ അടിത്തറമേൽ ബലപ്പെട്ട ഞങ്ങളുടെ ഈ ചെറുപ്പം മക്കൾ വളർന്നു വരാൻ,
വചനത്തിൻ്റെ ശക്തി പ്രകാശം കൊണ്ട് തേജസ്സുള്ള ഹൃദയം കൊണ്ട് ജ്വലിക്കുന്ന മക്കളായി ഇവർ മുന്നോട്ട് പോകാൻ വേണ്ട കൃപ നൽകണമേ എന്ന് നമ്മളിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു വിശുദ്ധൻ്റെ ഓർമ്മയാചരിക്കുന്നുണ്ട്. അസീസിയിൽ ഉണ്ടായിരുന്നൊരു വിശുദ്ധനായതുകൊണ്ടാണ് പെട്ടെന്നൊരു നോട്ടം വന്നത്. അസീസി നമുക്ക് പ്രിയപ്പെട്ടൊരു നഗരമാണല്ലോ. അവിടെ ഫ്രാൻസിസിനെ കണക്ക് മറ്റു വിശുദ്ധന്മാരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. അദ്ദേഹം അവിടെ അസീസിയിലെ മെത്രാനായിരുന്ന സബീനൂസും കൂട്ടുകാരുമാണ് ഇന്ന് നമ്മൾ ഓർക്കുന്ന വിശുദ്ധന്മാർ. അദ്ദേഹം അവരെ ഡയക്ലീഷ്യനും മറ്റ് രാജാക്കന്മാരുമൊക്കെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഗവർണർ ഈ സബീനൂസിനെയും കൂട്ടുകാരെയും പീഡിപ്പിക്കാൻ തുടങ്ങി. ഒരു തിന്മയുടെ ഒരു പ്രതിരൂപമെന്ന കണക്ക് ഗവർണർ ഇവർക്കെതിരായിട്ട് ആഞ്ഞടിക്കുന്ന നേരത്ത് ഗവർണർ മെത്രാനായ സബീനൂസിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ അഭിമാനത്തോടു കൂടി നിന്ന് വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വചനത്തിൻ്റെ ഒരുപാട് വചനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ഗവർണർ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈ രണ്ടും ആദ്യം വെട്ടിക്കളയും. ഇത് കൈകൾ നീട്ടി വിശ്വാസം പ്രഖ്യാപിക്കുന്ന അദ്ദേഹത്തിൻ്റെ 2 കൈകളും ഛേദിച്ച് കളയുന്നുണ്ട് ഗവർണർ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡീക്കന്മാരെ വല്ലാതെ പ്രഹരിച്ച് കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇവരുടെ വിശ്വാസ സ്ഥൈര്യം കാണുമ്പോൾ ഗവർണർ മാനസാന്തരപ്പെട്ട് രക്തസാക്ഷിയാവുന്നത് നമ്മൾ കാണും. അവിടെ ഈ വചനം നിറവേറുന്നുണ്ട്. യുവാക്കന്മാരെ, നിങ്ങൾ ശക്തന്മാരാണ്, കാരണം നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ മക്കളിങ്ങനെ പ്രയാസങ്ങളിലും പ്രലോഭനങ്ങളിലും പെട്ടുപോവാതെ, തകർന്നു പോവാതെ, നിരാശപ്പെട്ടിരിക്കാതെ ഈ ദുഷ്ടനെയും ലോകത്തെയും ജയിക്കാനായിട്ടുള്ള കരുത്തുള്ള മനുഷ്യരായി മാറട്ടെ എന്ന വലിയ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് അവരെ ഓരോരുത്തരെയും ഈശോയുടെ തിരുമുൻപിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നരകത്തിനെതിരെ പോരാടാൻ വചനത്തിന്റെ വാളുമായി നിൽക്കുന്ന നമ്മുടെ മക്കളെ സ്വപ്നം കാണാനാവട്ടെ. നമുക്ക് അതിനുവേണ്ടി അവരെ ഒരുക്കാനാവട്ടെ. അതിനുവേണ്ടി അവർക്ക് പ്രാർത്ഥന കൊടുത്ത് ബലപ്പെടുത്താനാവട്ടെ. സ്വർഗം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു രാത്രി നേരുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.